ഇപ്പോൾ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആലുവ മണപ്പുറത്ത് നിന്ന്. സുധീഷ്, ഇപ്പോൾ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം കൃത്യമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം തന്നെയല്ലേ അവിടെ ബലിതർപ്പണം തുടരുന്നത്? ദേവിക, ഇന്ന് പുലർച്ചെ മുതൽ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ആലുവ പുഴയിലേക്ക് ഇറങ്ങി ഇത് നിമജ്ജനം ചെയ്യുന്നതിനുള്ള ബലിതർപ്പണം നടത്തി അതിൻ്റെ ചോറും മറ്റും നിമജ്ജനം ചെയ്യുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കർശന നിയന്ത്രണമാണുള്ളത്. കാരണം ചെളിയും മറ്റും നിറഞ്ഞ് ഒരു അപകടാവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. അതിലുപരി വലിയ വഴുക്കലുണ്ട്. അപ്പോൾ തെന്നി വീഴാനും പ്രായമുള്ളവരും കുട്ടികളും അടക്കം ബലിതർപ്പണത്തിനെത്തുന്ന വലിയ തിരക്കുള്ള സാഹചര്യത്തിൽ അത്തരം ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് അത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ആലുവ ശിവക്ഷേത്രത്തിലും ചെളികളും വെള്ളവും എല്ലാം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ബലിപ്പുരകൾ ഒരുക്കിയിട്ടുള്ളത്. 45 ബലിപ്പുരകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് 100ഓളം പുരോഹിതർ ഇതിൻ്റെ കർമ്മികളായും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഇവിടെ ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ്. 12 മണിയോടെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ കർക്കിടക വാവ് പുലർച്ചെ 4:30യോടെയാണ് ആരംഭിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. ഇത് നാളെ രാവിലെ വരെയും വാവ് നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സമയം അത്രയും ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടാവും. ആ രീതിയിലുള്ള ബലിതർപ്പണ കർമ്മങ്ങൾ ഇപ്പോൾ നടക്കുന്നു. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സേവാഭാരതിയും മറ്റ് ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങളുമായി ഇവിടെയുണ്ട്. ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. പുലർച്ചെ ഉള്ളതിനേക്കാൾ വലിയ തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തർ എത്തുമ്പോൾ തന്നെ നേരത്തെ കൊട്ടാരപ്പാലം വഴി ആലുവയുടെ ജംഗ്ഷൻ സമീപത്തു നിന്ന് ഇവിടേക്ക് നടന്നു വരാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവിടെ അതുവഴി ആ പാലത്തിൽ കൂടിയുള്ള യാത്രയും അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ആ വഴി പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പറവൂർക്കവലയിലെ തോട്ടയ്ക്കാട്ടുകര ജംഗ്ഷൻ വഴി കറങ്ങി വേണം ഭക്തർ ഇവിടേക്ക് എത്തുന്നതിന്. അതിന് വേണ്ട ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കുക, ഏത് രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? പോലീസിന് അത് പ്രതികരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്തു തന്നെ ആയാലും ഈ ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ചില ഭക്തർക്കെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഒരു അപകട സാധ്യത ഒഴിവാക്കുന്നതിന് അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രധാന ക്ഷേത്രത്തിലല്ല ഇന്ന് വഴിപാടുകൾ നടക്കുന്നത്, അതിന് മുകളിലുള്ള ക്ഷേത്രത്തിലാണ്. അവിടെ പിതൃപൂജ, തിലഹവനം അടക്കമുള്ള പിതൃമോക്ഷത്തിന് വേണ്ടിയുള്ള പൂജകൾ അല്ലെങ്കിൽ പിതൃക്കളുടെ തൃപ്തി വരുത്തുന്നതിന് വേണ്ടിയുള്ള പൂജകളെല്ലാം തന്നെ നുള്ള സൗകര്യമുണ്ട്. അത് ബലിതർപ്പണം നടത്തിയതിന് ശേഷമാണ് ഭക്തർ അവിടേക്ക് എത്തി ഇത്തരം പൂജകൾ നടത്തുന്നത്. ഇപ്പോൾ ഡിവൈഎസ്പിയോടെ തന്നെ നമുക്ക് ഇത് സംബന്ധിച്ച് ഒന്ന് ചോദിക്കുക. സർ, ഇത്തവണ ഏത് രീതിയിലാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഗതാഗത നിയന്ത്രണവും പുഴയിൽ ഇറങ്ങുന്നതിനുള്ളത് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാം വളരെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വളരെ ഇപ്പോഴും ഒരു അപകടകരമായ നിലയിൽ ജലനിരപ്പുള്ളത് കൊണ്ടാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം പറഞ്ഞ പ്രകാരമുള്ള നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇവിടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തർക്ക് സുഖമായി തന്നെ ബലിതർപ്പണം നടത്തി മടങ്ങുന്നതിനുള്ള സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ഇവിടേക്ക് ഇപ്പോഴും വലിയ രീതിയിൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്രാവശ്യം ആലുവ പുഴയിലിറങ്ങി സ്നാനം ചെയ്യുന്നതിനുള്ള ഒരു തടസ്സം ഉണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ
ഇവർക്ക് കുളിക്കുന്നതിനും ഇല്ലെങ്കിൽ പിതൃതർപ്പണം നടത്തുന്നതിന് മുമ്പോ അതിന് ശേഷവും ശരീരശുദ്ധി വരുത്തുന്നതിനുള്ള വെള്ളം പുറത്ത് ക്രമീകരിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരശുദ്ധി വരുത്തുന്നതിനുള്ള ഒരു സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. ആ രീതിയിലെല്ലാം തന്നെ ഒരു തരത്തിലും അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ പിതൃതർപ്പണം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ രീതിയിൽ ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിക. അത് തന്നെയാണ്.